നമസ്കാരം. ഈ MDMA കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ചെറുപ്പക്കാരുണ്ട്, 3 പേര്. ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, അതിൽ ഒരാൾക്ക് ഇത്തിരി പ്രായക്കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പിടിയിലായവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തെ കാസർഗോഡ് നിന്നാണ് പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 139.29 ഗ്രാം MDMA ആണ് ഉണ്ടായിരുന്നത്. കാലിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ 3 പേർ പിടിയിലാകുന്നത്. എന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ തൂഫാൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുമായി രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന UDFൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേസെടുത്ത് ഓരോരുത്തരെ പിടിച്ച് അകത്തിട്ടുകൊണ്ടിരിക്കുന്നു. ഈ അകത്തിടുന്നവരുടെ ജാതകവും സോഷ്യൽ മീഡിയ അക്കൗണ്ടും അതോടൊപ്പം തന്നെ അവർക്ക് ഭരണകക്ഷിയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെ അന്വേഷിച്ചറിയുക, അല്ലെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം കാര്യങ്ങൾ പ്രതിയെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതി KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പമുള്ള 26-25 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ചെറുപ്പക്കാരൻ ചെന്ന് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്നു. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. അപ്പോൾ നമ്മൾ കൂടുതൽ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറഞ്ഞ MDMA കേസിൽ, അതായത് MDMA കടത്തുന്ന കേസിൽ 139.29 ഗ്രാം MDMA കടത്തിയ കേസിൽ പിടിയിലായിരിക്കുന്ന ഇദ്ദേഹം നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണെന്നാണ്. ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ വളരെ 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 അടുത്ത ബന്ധം. മുഖ്യമന്ത്രിയുടെ ഉറ്റത്തോഴനെ പോലെ കൈക്ക് പിടിച്ച് നടക്കുന്നു, തോളിൽ പിടിച്ച് നടക്കുന്നു, ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുകൂടൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ആര്? VD സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ എന്ന് വെച്ചാൽ VD സതീശൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ നിർദ്ദേശിക്കാൻ പോലുമുള്ള ഒരു ക്വാളിറ്റി ഈ പറയുന്ന KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഈ ചില സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചില ട്രോള് വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഹെലികോപ്റ്റർ എടുത്ത് എറണാകുളത്തേക്ക് പോയത് ഇയാളെ എന്തോ ഒരു വലിയ ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി. തമിഴ്നാട് മുഖ്യമന്ത്രി, അതായത് വിജയുമായി കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മുടെ എറണാകുളത്തെത്തിയ ഒരു ഇൻവെസ്റ്റേഴ്സ്, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് തിടുക്കപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് അവിടെ വരെ പോയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്നത്, ഈ VD സതീശൻ എന്ന് പറയുന്ന ആൾ കാണാൻ ഉദ്ദേശിച്ച ഇൻവെസ്റ്റർ, ഈ നിക്ഷേപകൻ ഈ ആളാണോ എന്ന്. ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ പൊതുവെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ KH മുഹമ്മദ് ഹുസൈൻ ആണോ ഈ പറയുന്ന ഇദ്ദേഹം? പിന്നെ ഈ KH മുഹമ്മദ് ഹുസൈന് വേറൊരു ഗുണമുണ്ട്, അദ്ദേഹം പക്ക കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹം എറണാകുളം ജില്ലയിലെ ഒരു ബൂത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അപ്പം മനസ്സിലായില്ലേ, കോൺഗ്രസുമായി, യൂത്ത് കോൺഗ്രസുമായോ ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ പ്രധാനപ്പെട്ട പിടിയിലായ പ്രതി. ഇദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കൊച്ചി, കേരളത്തിലേക്ക് MDMA എത്തിക്കുന്ന കണ്ണികളിലെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് കൂടിയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത്. അതായത് ഈ പറയുന്ന തൂഫാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പെരുമ്പാവൂർ അടക്കമുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ശക്തമായ നിലയിൽ പോലീസിനെയും ഡാൻസ് ഓഫ് ടീമിനെയൊക്കെ വിന്യസിച്ചുകൊണ്ട് കേരളത്തെ ലഹരിമുക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ വേറെ ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരാൾ എന്ന് മനസ്സിലായി, അദ്ദേഹത്തിന് കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊപ്പം ഒരു വലിയ എനിക്ക് തോന്നുന്നു ഏതോ ഒരു സിനിമയിലെ, അതായത് പ്രജ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ NF വർഗീസ് പറയുന്ന ഒരു ഡയലോഗൊക്കെ ഇട്ടിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊപ്പം നടന്നു പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സംസ്ഥാന മന്ത്രിസഭയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇപ്പോൾ ഈ MDMA ലഹരി കേസുമായി ബന്ധപ്പെട്ട്, അതും ചെറുതൊന്നുമല്ല, 139 ഗ്രാം, അത്യാവശ്യം വിലയുള്ളതാണ് കേട്ടോ, ഇത് ആയിട്ട് പിടിയിലായിരിക്കുന്നത്.
അപ്പം സ്വാഭാവികമായും സർക്കാർ സമ്മർദ്ദത്തിലാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ പിടിച്ചുപോയി. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി തൂഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ പിടിക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുക, നിങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അവർ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് കാണിച്ചു തരും. ആ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഏതെങ്കിലും MLA-മാർക്കൊപ്പമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർക്കൊപ്പമുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ തൊടാൻ നിൽക്കരുതിൻ്റെ പോലീസുകാരെ, ഡാൻസ് ഓഫ് ടീമെ, പണി കിട്ടും. പണ്ടൊരാൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ എക്സ് കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇതിനുള്ള സർവീസ് പാരിതോഷികം ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു നേതാവ് നമുക്കുണ്ട്, ഉണ്ടായിരുന്നു. ഉണ്ട് എന്നല്ല, നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് നമ്മുടെ TGയെ കഴിഞ്ഞ ദിവസം നമ്മുടെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതാണ്ടാ നമ്മുടെ പോലീസ്, ചെന്നിത്തലയുടെ പോലീസാണ്, ഇത് പഴയ വിജയൻ്റെ പോലീസല്ല, തൻ്റെ ഇടമുള്ള നട്ടലിലുള്ള ഇവിടുത്തെ പുതിയ UDF സർക്കാരിൻ്റെ പോലീസാണ് ഇപ്പോൾ ഈ ആയങ്കിയെ പിടിച്ചത് എന്ന് പറഞ്ഞു. അർജുൻ ആയങ്കി. അത് കഴിഞ്ഞ് TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. നട്ടല് വളയ്ക്കാതെ നിന്നുകൊണ്ട് ഇവിടെ സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ട സാഹചര്യത്തിൽ പോലും TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ഒരു വലിയ മനസ്സുണ്ടല്ലോ. അതും 10-12 ദിവസം FIR ഇട്ട് 10-12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ഒളിവിലൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ശാരീരിക ആവശ്യതകളൊക്കെ ഉള്ള ഇച്ചിരി പ്രായക്കൂടുതലുള്ള ഒരു മനുഷ്യനാണ് TG. അപ്പോൾ TG ഒളിവിലൊക്കെ പോകാനോ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാനോ ഒന്നും പോകുന്നില്ല, തെളിവ് നശിപ്പിക്കാനോ ഒന്നും അദ്ദേഹം മെനക്കെടാറില്ല. അങ്ങനെയുള്ള TG അറസ്റ്റ് ചെയ്ത് കണ്ടില്ലേ, ഞങ്ങൾ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നവരല്ല, കണ്ടില്ലേ ഞങ്ങൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിച്ചു. പോലീസുകാർ ഭേഷ മേടിച്ച് കൂട്ടിക്കൊണ്ട് തിരിച്ചു പോരുകയും ചെയ്തു. TG ജാമ്യം നേടി. ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടാൽ മാത്രം മതി, കഴിഞ്ഞു കാര്യം. എന്ത് ചെയ്ത കുറ്റം അറിയാമല്ലോ. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അടക്കം, കലാപാഹ്വാനം നടത്തുന്ന അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചാർത്തപ്പെട്ട ഒരാൾ ഊരിങ്ങി പോന്നു നൈസായിട്ട്. അപ്പോൾ അപ്പോഴും പറഞ്ഞില്ല ഇത് ഞങ്ങളുടെ UDF സർക്കാരിൻ്റെ പോലീസാണ് എന്ന് പറഞ്ഞില്ല. അർജുനായങ്കിയെ കൊണ്ട് ജന്മഭൂമി വായിപ്പിക്കുന്ന പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക സവിശേഷതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പം തൂഫാൻ കേസുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റേത് കേസുമായിട്ട് ബന്ധപ്പെട്ടോ ആളെ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് കൃത്യമായി പരിശോധിക്കണം. കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ തെളിവുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഖ്യമന്ത്രിയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ഒഴിവാക്കി വിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും അടുത്ത ബന്ധം, ഇത് ആലോചിച്ച് നോക്കിക്കോളൂ, മുഖ്യമന്ത്രിയുടെ ഒരു കൂട്ടം ആൾക്കാരെ പിടിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസാണ്. ഇത് ഭയങ്കര കോമഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.